കഴിഞ്ഞ ആഴ്ചത്തെ വേൾഡ് ഇൻ വേർഡ്സിൽ നിന്നും ഇന്നത്തേതിലേക്ക് എത്തുമ്പോഴേക്കും ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടുകയും ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഫലസ്തീനുമായുള്ള വെടിനിർത്തൽ പോലെ ആവില്ല ഈ വെടിനിർത്തൽ എന്നാണ് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് കാര്യത്തിൽ തന്നെ കണ്ണുരുട്ടിയിട്ടുണ്ടെന്നാണ് നെതന്യാഹുവിൻ്റെ നടപടികളിൽ നിന്നും വ്യക്തമാവുന്നത്. ഇറാനുമായുള്ള ഇസ്രായേലിൻ്റെ ഏറ്റുമുട്ടലിനെ കുറിച്ചാണ് നമ്മുടെ ആദ്യത്തെ വിശകലനം. യുക്രൈൻ കുട്ടികൾക്കിടയിൽ നുഴഞ്ഞു കയറുന്ന റഷ്യൻ ഇൻ്റലിജൻസിനെ കുറിച്ച് രണ്ടാമത്തെ വിശകലനം. അവസാനമായി ഫലസ്തീനു വേണ്ടി ശബ്ദിച്ചതുകൊണ്ട് മകനെ അതിർത്തിക്കപ്പുറം വിട്ടുപോരേണ്ടി വന്ന ഒരു ഉമ്മയെക്കുറിച്ചും. ഇസ്രായേലാണ് സംഗതി തുടങ്ങി വെച്ചത്. അന്ന് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു, തുടങ്ങാൻ ഞങ്ങളില്ല, പക്ഷെ ഞങ്ങളത് തീർക്കും എന്ന്. ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതികൾ തകർക്കുക, നേതാക്കളെ കൊല്ലുക, അവിടെ സമ്പൂർണ്ണ ഭരണമാറ്റം സാധ്യമാക്കുക, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത ലക്ഷ്യങ്ങളുമായിട്ടായിരുന്നു നെതന്യാഹുവിന്റെ വരവ്. പക്ഷെ തെല്ലവിവിലും ഹൈഫയിലുമെല്ലാം നിരന്തരം സൈറൺ മുഴങ്ങുന്നതാണ് പിന്നീട് കേൾക്കാനായത്. മുൻപൊരിക്കലും ഇസ്രായേൽ അനുഭവിച്ചിട്ടില്ലാത്ത വിധമുള്ള ഭീഷണമായ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞുപോയത്. സംഗതി തീർക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാവണം അമേരിക്കയും ബോംബിട്ടു. മിസൂറിയിലെ വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നും തുടർച്ചയായി B-2 ബോംബറുകൾ പറന്നുയർന്നത് പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രമായിരുന്നു. ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തെ ഇറാൻ ലക്ഷ്യമിട്ടതോടെ അതും അവസാനിച്ചു. ഇറാനെതിരെ അമേരിക്കയെ രംഗത്തിറക്കുന്നതിൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നെതന്യാഹുവിന് അഭിമാനിക്കാം. അത്രമാത്രമേ സംഭവിച്ചുള്ളൂ. ഇത് ഭാവിയിൽ തങ്ങൾക്ക് ഉപകരിച്ചേക്കാമെന്ന് നെതന്യാഹു കണക്ക് കൂട്ടുന്നുണ്ടാവാം. ഒന്നുമില്ലെങ്കിലും അമേരിക്ക നമ്മൾക്കൊപ്പമാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാനെങ്കിലും കഴിഞ്ഞേക്കും. ട്രംപ് ആവട്ടെ തൻ്റെ കണ്ണുരുട്ടലിലാണ് സമാധാനം പൂത്തുലഞ്ഞത് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാനുള്ള പെടാപ്പാടിലുമാണ്. ഒരുമിച്ച് ആക്രമിച്ചിട്ട് പിന്നെ ഇസ്രായേലിനെ ഒറ്റക്കാക്കി പൈലറ്റുമാരെ വീട്ടിലേക്ക് വിളിക്കുമെന്ന് ഭീഷണി മുഴക്കിയത് ആരെ പറ്റിക്കാനായിരിക്കും? നോബൽ കമ്മിറ്റി പോലും ചിലപ്പോൾ ഈ അഭിനയത്തിനു മുന്നിൽ വീണുപോവാനിടയുണ്ട്. സംഗതി കഴിഞ്ഞപ്പോഴേക്കും ഇറാൻ ഭരണകർത്താക്കൾ സ്വന്തം ജനത്തിനു മുന്നിൽ ഹീറോകളായി മാറി. ഭരണമാറ്റം എന്നത് അടുത്ത കാലത്തൊന്നും ആരും ആവശ്യപ്പെടാനിടയില്ലാത്ത വിധം രാജ്യസ്നേഹം കത്തിപ്പടർന്നു. യുദ്ധം നടങ്ങിയപ്പോൾ ചാരന്മാരെ തൂക്കിക്കൊല്ലലും തടവിലിടലും വ്യാപകമായി തുടങ്ങി. അമേരിക്കക്കെതിരെ പോലും യുദ്ധം ചെയ്യാനാവുന്നവരായി നമ്മുടെ രാജ്യം മാറിയെന്ന ഭരണകൂടത്തിന്റെ വാദം ആരും തള്ളിക്കടയാനിടയില്ല. ഇറാഖിൻ്റെയോ അൻസാറുള്ളയുടെയോ ഹിസ്ബുള്ളയുടെയോ പിന്തുണയില്ലാതെയാണ് തങ്ങൾ ഇത് നേടിയത് എന്ന് അവർ ആഘോഷിക്കുന്നുമുണ്ടാവണം. ഇസ്രായേലിലെ നാശനഷ്ടങ്ങൾക്കൊപ്പം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കും നഷ്ടങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൽ ഒട്ടധികം ആളുകൾക്കാണ് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. വർണ്ണവിവേചനം മറനീക്കി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൽ എന്നും വാർത്തകളുണ്ട്. ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനും തൽക്കാലം കഴിഞ്ഞുകൂടാനുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ജൂതരല്ലാത്തവർ അട്ടിപ്പായിക്കുന്ന കാഴ്ചകളാണ് ഇസ്രായേലിൽ നിന്നും വരുന്നത്. ആശുപത്രികൾ തകർക്കപ്പെട്ടപ്പോൾ ആദ്യമായി യുദ്ധത്തിൽ ആശുപത്രിക്ക് നേരെ ബോംബിട്ടു എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രതിഷേധം. ഇസ്രായേലിലെ ജനതയും ഇത്തരമൊരു അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഇതുപോലൊരവസ്ഥ ഇതിനു മുമ്പ് അവർ അനുഭവിച്ചിട്ടേയില്ല. ഇതിനെങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചും അവർ ആശങ്കയിലാണ്. യുദ്ധത്തിൽ ആണവ പരിപാടികൾക്കുണ്ടായ കേടുപാടുകൾ തീർക്കാൻ അമേരിക്ക പണം കൊടുക്കണമെന്നാണ് ഇറാന്റെ പുതിയ ആവശ്യം. ഇറാനുമായി നല്ല ബന്ധമുണ്ടാവണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ട്രംപും വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ആണവ കേന്ദ്രങ്ങൾ നന്നാക്കാനൊന്നും മുതിരാതെ നല്ല കുട്ടിയായി ജീവിക്കണമെന്നാണ് ട്രംപ് ഇറാൻ ഉപദേശിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇറാൻ അമേരിക്ക ചർച്ച നടക്കുമെന്നാണ് ട്രംപിനെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ. ചില കരാറുകളൊക്കെ ഒപ്പിട്ടേക്കുമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇറാൻ ആവട്ടെ അങ്ങനെയൊന്ന് കേട്ട മട്ടില്ലതാനും. ലോകമെന്തായാലും നല്ല വാർത്തകൾക്കായി കാതോർക്കുകയാണ്. റഷ്യൻ ഇൻ്റലിജൻസിൻ്റെ തന്ത്രങ്ങൾക്കെതിരെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് യുക്രൈൻ. റഷ്യക്കാർ ചാവേർ ബോംബർമാരാവാൻ യുക്രൈനിലെ കുട്ടികളെ കണ്ടെത്തുന്നുവെന്നാണ് ഈ പദ്ധതിക്ക് കാരണമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. സോഷ്യൽ മീഡിയ ആപ്പുകളിലൂടെ റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSB യുക്രൈൻ കുട്ടികളെ ലക്ഷ്യം വെക്കുകയാണത്രേ. ചെറിയ ചെറിയ ടാസ്കുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതിന് വൻതോതിൽ പ്രതിഫലം നൽകുകയുമാണ് റഷ്യ ചെയ്യുന്നതത്രേ. ചെറിയൊരു പാക്കറ്റ് എവിടെയെങ്കിലും എത്തിക്കുക, പ്രധാന സ്ഥലങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തയക്കുക, ഏതെങ്കിലും ചുമരിൽ ഒരു ചിത്രം വരയ്ക്കുക, അങ്ങനെ പോകുന്നു ടാസ്കുകൾ. ഇതെല്ലാം റഷ്യയുടെ തന്ത്രങ്ങളാണെന്ന് കുട്ടികളെ പഠിപ്പിക്കാനാണ് യുക്രൈൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈസി മണിക്കായുള്ള കുട്ടികളുടെ താല്പര്യം ഇത്തരം കെണികളിലാണ് അവരെത്തിക്കുന്നതത്രേ. കഴിഞ്ഞ മാസത്തിൽ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച 600 പേരെയാണത്രേ അറസ്റ്റ് ചെയ്തത്.
അവരെ റഷ്യൻ ഇൻ്റലിജൻസ് റിക്രൂട്ട് ചെയ്തതായിരുന്നു അത്രേ. ഇവരിൽ 4-1 ചെറിയ കുട്ടികളും. ഇതിൽ ചില കുട്ടികൾ റഷ്യൻ സേനയുടെ നിർദ്ദേശപ്രകാരം ബോംബുണ്ടാക്കി റെയിൽവേ സ്റ്റേഷന് സമീപം നിക്ഷേപിക്കാനുള്ള നീക്കത്തിലായിരുന്നു. $1700 ഇവർക്ക് പ്രതിഫലം കിട്ടിയത്. ഈ ശ്രമത്തിനിടയിൽ 17കാരനായ ഒരു കുട്ടി കൊല്ലപ്പെടുകയും 15കാരനായ മറ്റൊരു കുട്ടിക്ക് കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. യുദ്ധത്തിന് ശേഷം യുക്രൈനിലെ കുട്ടികൾ രാജ്യത്തോട് കൂടുതൽ കൂറ് കാണിക്കുന്നുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. ഓരോ ക്ലാസ്സിന് ശേഷവും ഇക്കാര്യത്തിൽ പോലീസിനെ സഹായിക്കാൻ തയ്യാറാണെന്നാണ് കുട്ടികൾ പ്രഖ്യാപിക്കുന്നത്. 2017 ജോർദാനിൽ നിന്നും ജർമ്മനിയിലേക്ക് വന്നതാണ് ദിമ. പേര് യഥാർത്ഥമല്ല എന്ന് ആദ്യമേ പറയട്ടെ. 4 വർഷത്തിന് ശേഷം അവർ ഭർത്താവിനെ കണ്ടുമുട്ടി. 2023 അവർക്കൊരു ആൺകുഞ്ഞും പിറന്നു. രക്ഷിതാക്കൾക്ക് കുട്ടികളെ കാണിക്കാനായി ജോർദാനിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അധികാരികൾ ദിമയോട് പറഞ്ഞത് കുട്ടിക്ക് ജർമ്മനിയിലേക്ക് തിരിച്ചു വരാനുള്ള അനുമതിയില്ല എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, ദിമയുടെ 1 വയസ്സായ മകൻ രാജ്യത്തിന് ഒരു സുരക്ഷാ ഭീഷണിയാണത്രേ. സത്യത്തിൽ പ്രശ്നം മകനല്ല, ദിമയ്ക്ക് തന്നെയാണ്. ഫലസ്തീന് വേണ്ടി ചില പ്രകടനങ്ങളിൽ ദിമ പങ്കെടുത്തു എന്നതാണ് കുറ്റകരമായിരിക്കുന്നത്. പക്ഷെ താൻ പങ്കെടുത്ത പരിപാടികളെല്ലാം സർക്കാർ അംഗീകരിച്ചവയാണെന്നാണ് ദിമയുടെ വാദം. കുട്ടിയില്ലാതെ അവർ നാട്ടിൽ നിൽക്കില്ലെന്ന തന്ത്രമാണ് ജർമ്മനി പയറ്റുന്നത് എന്നാണ് ദിമയുടെ അഭിഭാഷകരും ഭർത്താവും പറയുന്നത്. കോടതിയാവട്ടെ കുട്ടി ജോർദാനിൽ നിന്നോട്ടെ, ഇടയ്ക്കിടെ പോയി കണ്ടാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ അതിർത്തിക്കപ്പുറം വളരുന്ന മകനെ ഓർത്ത് കരയുമ്പോഴും തനിക്ക് ഫലസ്തീന് വേണ്ടി മിണ്ടാതിരിക്കാനാവില്ല എന്ന് തന്നെയാണ് ദിമ പറയുന്നത്. നന്ദി.